എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ ട്രാവൻകൂർ ദേവസ്വം ബോർഡിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തിക ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് CMD വഴി പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് ട്രാവൻകൂർ ദേവസ്വം ബോർഡിലേക്കാണ് വേക്കൻസി ഉള്ളത്. വിവിധ പോസ്റ്റുകളിലേക്ക് കോൺട്രാക്റ്റ് ബേസിലാണ് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 29 വൈകുന്നേരം 5 മണി വരെയാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. തസ്തികകൾ നോക്കാം. ആദ്യത്തെ പോസ്റ്റ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ്. വേക്കൻസി 1. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഓർ ഇക്വലൻ്റ് ആണ്. പ്രൊഫഷൻസി ഇൻ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ്, ഹാർഡ്വെയർ ട്രബിൾ ഷൂട്ടിംഗ് ആൻഡ് IT ഹെൽപ്പ് ഡെസ്ക് ഫങ്ഷൻസ് ഉണ്ടായിരിക്കണം. നോളജ് ഓഫ് വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ് സെർവർ എൻവയോൺമെൻറ്റ്സ്, ബേസിക് നെറ്റ്വർക്കിംഗ് ഒക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി പ്രാക്ടീസും അറിഞ്ഞിരിക്കണം. സർട്ടിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. എക്സ്പീരിയൻസ് ആവശ്യമാണ്. മിനിമം 1 year ഓഫ് എക്സ്പീരിയൻസ് ഇൻ IT സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, പ്രിഫറബിളി ഇൻ എ ഗവൺമെൻറ് ഓർ പബ്ലിക് സെക്ടർ IT പ്രൊജക്റ്റ് എൻവയോൺമെൻറ്റ് ആണ് വേണ്ടത്. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. ശമ്പളം 40,000 രൂപയാണ് പെർ മന്ത്. അടുത്ത പോസ്റ്റ് ക്ലർക്കാണ്. വേക്കൻസി 2. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിനിലാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രൊഫഷൻസി ഇൻ MS ഓഫീസ് ആപ്ലിക്കേഷൻ, വേർഡ്, എക്സൽ, ഔട്ട്ലുക്ക് ഉണ്ടായിരിക്കണം. ഡിജിറ്റൽ ഫയൽ മാനേജ്മെൻറ്റും അറിഞ്ഞിരിക്കണം. ഇനി ഫെമിലിയാരിറ്റി വിത്ത് ഗവൺമെൻറ് ഓഫീസ് പ്രൊസീജിയർ ആൻഡ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് മാനുവലൊക്കെ അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഇവിടെയും എക്സ്പീരിയൻസ് ആവശ്യമാണ്. മിനിമം 1 year ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, സെക്രട്ടേറിയൽ വർക്ക്, ക്ലറിക്കൽ ഫംഗ്ഷനാണ് വേണ്ടത്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് ഒഫീഷ്യൽ കറസ്പോണ്ടൻസ്, ഫയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഓഫീസ് കോർഡിനേഷൻ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. പ്രയർ എക്സ്പീരിയൻസ് ഇൻ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്രോജക്റ്റൊക്കെ ഉള്ളവർക്കും മുൻഗണനയുണ്ട്. പ്രായപരിധി 40 വയസ്സാണ്. ശമ്പളം 30,000 രൂപ പെർ മന്ത്. അടുത്ത പോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്. വേക്കൻസി 2. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ് BCom ആണ്. CA ഇൻ്റർ അല്ലെങ്കിൽ CMA ഇൻ്റർ അല്ലെങ്കിൽ MBA ഫിനാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് ക്വാളിഫിക്കേഷൻ എടുക്കുന്നതായിരിക്കും. വർക്കിംഗ് നോളജ് ഓഫ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. പ്രൊഫഷൻസി ഇൻ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ലൈക്ക് ടാലി അല്ലെങ്കിൽ ERP അല്ലെങ്കിൽ ഇക്വലൻ്റ് ഒക്കെ ഉണ്ടായിരിക്കണം. MS എക്സലും ഉപയോഗിക്കാനായിട്ട് പ്രൊഫഷൻ്റ് ആയിരിക്കണം. ഇനി ഫെമിലിയാരിറ്റി വിത്ത് ഗവൺമെൻറ് ട്രഷറി ഓപ്പറേഷൻസ്, സ്പാർക്ക് പേറോൾ സിസ്റ്റം ഓർ പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഒക്കെ അറിയാവുന്നവർക്ക് മുൻഗണനയുണ്ട്. അതുപോലെ തന്നെ നോളജ് ഓഫ് GST കംപ്ലയിൻസ് ഫോർ ഗവൺമെൻറ് പ്രോജക്ട്സ്, ഇതും നോളജ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും, നിർബന്ധമല്ല. ഇവിടെ 2 year എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് ഫങ്ഷൻസ്, പ്രിഫറബിളി ഇൻ എ ഗവൺമെൻറ് ബോഡി, സ്റ്റാറ്റ്യൂട്ടറി ബോഡി, PSU ഓർ എക്സ്റ്റേണലി എയ്ഡഡ് പ്രോജക്റ്റ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇൻ ഫണ്ട് യൂട്ടിലൈസേഷൻ ട്രാക്കിംഗ്, വൗച്ചർ പ്രോസസ്സിംഗ്, ബാങ്ക് റീകൺസിലിയേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഗവൺമെൻറ് റൂൾസും ഒക്കെ ആയിട്ട് ഫെമിലിയാരിറ്റി ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. ശമ്പളം 30,000 രൂപ. അടുത്ത പോസ്റ്റ് ഓഫീസ് അസിസ്റ്റൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് ആണ്. ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ആയിരിക്കും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ്റെ ബേസിക് ലിറ്ററസി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രിൻ്ററും സ്കാനറും ഫോട്ടോ കോപ്പി മെഷീനൊക്കെ ഉപയോഗിക്കാനായിട്ട് അറിഞ്ഞിരിക്കണം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം ഇൻ മലയാളം. ഇംഗ്ലീഷിൻ്റെ വർക്കിംഗ് നോളജും ഉണ്ടായിരിക്കണം. ഈ തസ്തികയിൽ നിങ്ങൾ ട്രാവൽ ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിരിക്കണം ടു ടെമ്പിൾ സൈറ്റ്സ് ആൻഡ് റീജിയണൽ ഓഫീസസ്. ഇവിടെയും 1 year എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ എ ഓഫീസ് എൻവയോൺമെൻറ്റ്, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എനി ഓർഗനൈസേഷൻ. പ്രയർ എക്സ്പീരിയൻസ് ഇൻ ഗവൺമെൻറ് ഓഫീസൊക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. കാൻഡിഡേറ്റ്സ് വിത്ത് എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് ഒഫീഷ്യൽ റെക്കോർഡ്സ്, ഡിസ്പാച്ച് ആൻഡ് ഫ്രണ്ട് ഓഫീസ് ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ടുള്ളവർക്കും മുൻഗണനയുണ്ട്. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. ശമ്പളം 25,000 രൂപ. അപ്പോൾ ഈ 4 തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഈ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം.
അപ്ലൈ ചെയ്യാനായിട്ട് 500 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. SC, ST, OBC, PWBD, എക്സ് സർവീസ്മെൻ കാറ്റഗറിക്ക് പ്രായത്തിൽ ഇളവുണ്ടായിരിക്കും. ജോലിയുടെ കാലാവധി ഇനിഷ്യലി 2 വർഷത്തേക്കാണ്, അല്ലെങ്കിൽ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുന്നവരെ ആയിരിക്കും. ഇനി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ സൈസ് 200 KB താഴെ ആയിരിക്കണം, ഫോർമാറ്റ് JPG ആണ്. സിഗ്നേച്ചറിൻ്റെ സൈസ് 50 KB താഴെ ആയിരിക്കണം, ഫോർമാറ്റ് JPG ആണ്. ആപ്ലിക്കൻസിന് വാലിഡായിട്ട് പേഴ്സണൽ ഇമെയിൽ IDയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. എക്സാമിൻ്റെയൊക്കെ കോൾ ലെറ്റർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെയിലിലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അറിയിപ്പ് മെയിലിലോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലോ ആയിരിക്കും വരുന്നത്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ആപ്ലിക്കേഷൻ സ്ക്രീനിങ്, ക്രൈറ്റീരിയ ബേസ്ഡ് സ്ക്രീനിങ്, റിട്ടൺ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രൊഫഷൻസി ടെസ്റ്റ്, ഇൻ്റർവ്യൂ ഇതിലേതെങ്കിലുമൊക്കെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിനെ ഇമെയിൽ വഴിയോ SMS വഴിയോ ഫോൺ കോൾ വഴിയോ അറിയിക്കുന്നതായിരിക്കും. ഓരോ തസ്തികയുടെയും കീ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ഇതാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് www.cmd.kerala.gov.in. ഈ സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 29 താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.